ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് +2 രണ്ടാമത്തെ ചാപ്റ്റർ, മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. 4 മാർക്കിനോളം നമുക്ക് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, സിമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ 10ാം ക്ലാസ് മുതലേ കേൾക്കുന്ന സാധനമാണ്. 10ാം ക്ലാസ്സിനും +1 ഒക്കെ നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്? അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പെട്ടതാണ് ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഏത് തരം ഫംഗ്ഷനെയാണ് നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏത് ഫംഗ്ഷനാണ് ഇൻവേർട്ടിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണം എന്നുണ്ടെങ്കിൽ അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? ആ ഫംഗ്ഷന് ഷുഡ് ബി ഓൺ ടു ആയിരിക്കണം, അതുപോലെ തന്നെ 1 ആയിരിക്കണം. 1 ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് ആണെന്ന് പറഞ്ഞത്. അത്തരത്തിലുള്ള ബൈജക്റ്റീവ് ഫംഗ്ഷൻസിനാണ് നമ്മൾ ഇൻവേർട്ടിബിൾ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് ആണോ നോക്കുന്നത്. ഓക്കെ, ആ ഒരു ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് എത്ര തരം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ, കോസ്, ടാൻ, കൊസിക്ക്, സീക്ക്, കോട്ട്, ഇങ്ങനെ 6 തരം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പൊ ഉറപ്പായിട്ട് എന്തുണ്ടാവും? 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പഠിച്ചു തുടങ്ങിയ ആളെ തന്നെ തുടങ്ങാം. സൈൻ ഫംഗ്ഷൻസ്. ഓക്കെ, കൊടുത്തിട്ടുണ്ടാവും ഫംഗ്ഷന്റെ ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഈ സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആ ഫംഗ്ഷൻ ഓൺ ടു ആണോ 1 ആണോ എന്നൊക്കെ. ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്തല്ല, 1 അല്ല, ഓൺ ടു അല്ല. 1 ആണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻസ് ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് ആ ലൈൻസ് ഈലും ഒരു പോയിന്റിൽ മാത്രമേ തട്ടാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ സൈനിന്റെ ഗ്രാഫിൽ നമ്മളിങ്ങനെ ഹൊറിസോണ്ടലി ഇവിടെ എത്രയോ 3-4 പോയിന്റ്സിൽ ഇത് തട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്തല്ല, ഫംഗ്ഷൻ അല്ല, 1 തന്നെ പറയാം. അതുപോലെ തന്നെ ഓൺ ടു ആവണമെന്നുണ്ടെങ്കിൽ കോഡൊമൈൻ ഈസ് ഈക്വൽ ടു റേഞ്ച് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോഡൊമൈനിലുള്ള എല്ലാ ആൾക്കാരും റേഞ്ച് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തെ കണ്ടീഷൻ നിങ്ങൾ നോക്കി, ഈ R എന്ന് പറയുന്ന വലിയൊരു റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വലിയ കോഡൊമൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് റേഞ്ച് വരുന്നുണ്ടോ? എല്ലാം റേഞ്ച് വരുന്നത് എന്റെ ഇടയിൽ ഈ മനസ്സിലായി എന്താ സൈൻ ഫംഗ്ഷൻ എന്തല്ല, അല്ല. അപ്പൊ അത് ബൈജക്റ്റീവ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ബൈജക്റ്റീവ് അല്ലെങ്കിൽ ഇത് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആകുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഇതിന് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ സൈൻ ഫംഗ്ഷന്റെ റേഞ്ചിനെയും റെസ്ട്രിക്ട് ചെയ്യും. അതായത് നമുക്ക് വേണ്ട രീതിയിൽ അതിന്റെ റേഞ്ചിനെയും ഡൊമൈനിനെയും നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. എന്താ, എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എങ്ങനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാം? നിങ്ങൾ നോക്കാം. ഇപ്പൊ ഇവിടെ സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫിനെ ഞാൻ സൈൻ ഫംഗ്ഷനെ ഞാൻ എന്ത് ചെയ്യാണ്, അതിന്റെ റേഞ്ചിനല്ല, ഡൊമൈനിന് നമ്മൾ -π/2 to π/2 വരെ ഞാൻ എന്ത് ചെയ്യാണ്, റെസ്ട്രിക്ട് ചെയ്യാണെന്ന് വിചാരിക്കാം. ഓക്കെ, -π/2 to π/2 ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫിനെ ഞാൻ റെസ്ട്രിക്ട് ചെയ്യാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വരച്ച് നോക്കിയേ. ഈ റെഡ് ലൈനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ഏരിയയിൽ ഇതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ സൈൻ ഫംഗ്ഷൻ എന്താണ്, 1. ഇനി ഓൺ ടു ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കോഡൊമൈൻ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യണം. കോഡൊമൈൻ എവിടെയാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടത്? നമുക്കറിയാം സൈൻ ഫംഗ്ഷന്റെ റേഞ്ച് വരുന്നത് എവിടെ മാത്രമാണ്? ഈ ഒരു -1ന്റെയും 1ന്റെ ഇടയിൽ മാത്രമാണ്. അപ്പൊ
ന്റെയും മണ്ണിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കോഡമൈനെ റെസ്ട്രിക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, കോഡമൈൻസിലോട്ട് റേഞ്ച് കിട്ടും. ഓക്കെ, അപ്പം നമ്മളിപ്പോ എന്ത് ചെയ്തു, നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ റേഞ്ചിനെയും കോഡമൈനെയും ഡൊമൈനൊക്കെയാണ് റെസ്ട്രിക്ട് ചെയ്യുന്നപ്പോ നമുക്കിത് മനസ്സിലായി എന്തായി, എന്താ നമ്മുടെ സൈൻ ഫംഗ്ഷൻ ഗ്രാഫ് എന്തായി, അത് ഈ ഒരു പോർഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. 1 ആണ്, 1 ആണ്, അതുകൊണ്ട് തന്നെ ബൈജക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ഇൻവേർട്ടിബിൾ ആണ്, ഇൻവേർട്ടിബിൾ പോസിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ സൈൻ ഫംഗ്ഷൻ എന്തുണ്ടാകും, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ. ഇൻവേർട്ടിബിൾ ഇൻവേഴ്സ് ഗ്രാഫ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, സൈൻ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഗ്രാഫ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താ, നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന സാധനം ഇവിടെ വരും, കോഡമൈനിൽ വരും, സോറി, അവിടെ നമ്മൾ ഡൊമൈനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ റേഞ്ചിൽ വരും. അവിടുത്തെ റേഞ്ചിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഇവിടെ ഡൊമൈനിൽ വരും. അതായത് നേരെ താഴെത്തിരിക്കും, നമ്മുടെ ഗ്രാഫ് നേരെ താഴെത്തിരിക്കും. അവിടെ നമ്മളുടെ ഇതിലുണ്ടായിരുന്ന എന്താ, ഡൊമൈനിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു, ഈ ഒരു ലൈനായിരുന്നു നമ്മുടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡൊമൈൻ റേഞ്ചും ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൊമൈനെയും കോഡമൈനെയും റെസ്ട്രിക്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ മാത്രമേ നമുക്ക് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ, പോസിബിൾ ആകും. ഇതുപോലെ ഇത് സൈനിന്റെ കാര്യം മാത്രമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇതുപോലെ നമ്മുടെ ഏതൊക്കെ നമുക്ക് ഫംഗ്ഷൻസ് ഉണ്ടാവും, ഏതൊക്കെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ടാവും, അതിനൊക്കെ നമുക്ക് ഈ ഒരു കാര്യം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കോസ് ഫംഗ്ഷന്റെ കൂടി നോക്കാം. കോസ് ഫംഗ്ഷന്റെ കാര്യം എടുക്കുമ്പോൾ കോസ് ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഫൈൻഡ് ചെയ്ത പോലെ π/2 to -π/2 നമ്മൾ ഹൊറിസോണ്ടൽ ലൈനിൽ ടച്ച് ചെയ്യും. പക്ഷെ അത് നമുക്ക് പോസിബിൾ അല്ല. നമുക്ക് എങ്ങനെ വേണം, ഒരു ലൈനിൽ ടച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാം, 0 മുതൽ π വരെ ആയിരിക്കും നമ്മുടെ റെസ്ട്രിക്ഷൻ വരിക. ഓക്കെ, 0 മുതൽ π വരെ റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ നമുക്ക് 1 കൂടുതൽ ആണെന്ന് പറയാൻ പറ്റും. ആൻഡ് ഓൺ ടു ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോഡമൈനെ കൂടി നമ്മൾ -1 അവിടെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. ഓക്കെ, ഇതേപോലെ നമ്മുടെ ടാനിനെയും കോസിനെയൊക്കെ നമ്മൾ റെസ്ട്രിക്ട്, ടാനിനെയും കൊസിക്കിനെയൊക്കെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് നമ്മൾ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആക്കുന്നുണ്ട്. ആൻഡ് ഇപ്പൊ ഞാൻ കാര്യം ഞാൻ -π/2 ഭാഗത്താണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തത്. അവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് റെസ്ട്രിക്ട് അല്ലെ. ഇവിടെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്താലും നമ്മൾ ഒരു ലൈൻ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പോയിന്റിലേ തട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയും നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാം. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് -π/2 to π/2 എടുത്തത് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇപ്പൊ പലരോടും സൈനിന്റെ ഫംഗ്ഷൻസ് റെസ്ട്രിക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനവന് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാവരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു യൂണിറ്റ്, അപ്പൊ ആ യൂണിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, π/2 to -π/2 ആണ് നമ്മൾ എന്ത് റെസ്ട്രിക്ട് ചെയ്യുന്നത്, സൈനിന്റെ ഫംഗ്ഷൻ റെസ്ട്രിക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ കോസിന്റെ ഫംഗ്ഷൻ ഈ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ π to 2π ഒക്കെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മൾ എന്താണ് ഈ ഒരു യൂണിറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ നമ്മൾ എവിടെ മുതൽ എവിടെ വരെയാണ് റെസ്ട്രിക്ട് ചെയ്യാം, 0 to π വരെയാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ആ ഒരു ബ്രാഞ്ച് അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയും. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ഫംഗ്ഷനും ഈ ഒരു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഉണ്ട്. സൈനും കോസിനും ടാനും മാത്രമല്ല പോലെ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് ആക്ച്വലി ഈ ഒരു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സൈനിന്റെ സോറി നമ്മൾ പറഞ്ഞു. അതേപോലെ കൊസീക് ഇൻവേഴ്സിനും ഒക്കെ -π/2 to π/2 എന്താണ് നമുക്കറിയാം സൈനിന്റെ
എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 1/sin x നമ്മൾ എഴുതുന്ന സമയത്ത് റെസിപ്രോക്കൽ 1/sin x ഒരു റെസിപ്രോക്കൽ ഒരിക്കലും 0 ആക്കാൻ പാടില്ല. അപ്പോൾ sin x പ്ലസ് 0 ആക്കുക. sin എന്ന കേസിലാണ് 0 ആകുന്നത്, 0 ആവുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ അവിടെ ഇല്ലാതിരിക്കാൻ ഈ റേഞ്ചിൽ നിന്ന് 0 സീക്സിന് എങ്ങനെ വരാം? സീക്സിൻ്റെത് കോസ് 5/2 അല്ലെങ്കിൽ കോസ് 90 വരുന്ന സമയത്താണെങ്കിലും കോസിന്റെ വാല്യൂ ആണ്. അപ്പോൾ കോട്ടിനും ഇതുപോലെ എന്തുണ്ട് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഉണ്ട്. ഇത് പഠിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ആയിട്ട് കാരണം സൈനിനെയും കോസിനെയും അതുപോലെ തന്നെ സാനിനെയും നിങ്ങൾ നോക്കുക, സൈൻ എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് അതുപോലെ തന്നെ എന്താണ്? ഇതേ 0ന്റെ സെറ്റ് നമ്മൾ മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ടാൻ്റെ കേസിലേക്ക് നോക്കിയാൽ ഇതേ സാധാരണ തന്നെയല്ലേ, പക്ഷേ ക്ലോസ്ഡ് ബ്രാക്കറ്റിന് പകരം അവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ കോസിന്റെ അതിൽ നിന്ന് മൈനസ് ഈ 5/2 സെറ്റ് കുറച്ചാൽ മതി. അതേപോലെ തന്നെ ഓപ്പൺ ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു കോഡ് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ തന്നെ നിന്നോളും. ഓക്കെ, ഇനി ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കുന്ന മറ്റൊന്നാണ് എന്ത് വാല്യൂസ് ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ 10ാം ക്ലാസ് മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് കൊടുത്തിട്ടുള്ളത് സൈൻ 13 വാല്യൂ ക്ലാസ് 13 വാല്യൂ √3 ആണ്. അതേപോലെ തന്നെ തന്നെ അതേപോലെ തന്നെ വാല്യൂ tan 45ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതേപോലെ sin 60ന്റെ വാല്യൂ ഉണ്ട്, sin 90ന്റെ വാല്യൂ ഉണ്ട്, 180 × 270 ഒക്കെ വാല്യൂ ഉണ്ട്. അതേപോലെ തന്നെ തന്നെ 45/4 ആണ്, 60 എന്ന് പറയുന്നത് 5/3 ആണ്, 90 എന്ന് പറയുന്നത് 5/2 ആണ്, 18 60 എന്ന് പറയുന്നത് 2π ആണ്. ഇതും കൂടി നിങ്ങൾ ഈ കാര്യം കൂടി നിങ്ങൾ നോക്കി കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതിലെ ഫസ്റ്റത്തെ ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള മൂലങ്ങളാണുണ്ടാവും. എന്താണ് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സൈനിന്റെ ഉള്ളിൽ -6, അതായത് മൈനസ് ആയിട്ടുള്ള ഒരു ഉള്ളിൽ കോസിന്റെ മൈനസ് tan x ആണ്. കോസിക് -6 എന്ന് പറയുന്നത് മൈനസ് കോസിക് x ആണ്. മൈനസ് കോട്ടിക് ആണ്. മാത്രം എന്താണ് അതിന്റെ ഇനി ഇതേ സാധനം ഇൻവേഴ്സിൽ വരുന്നുണ്ട്. ഇൻവേഴ്സിൽ വരുന്ന സമയത്ത് ിലേക്ക് വരുന്ന സമയത്ത് വെറുതെ മൈനസിനോട്ട് പുറത്തൊക്കെ എഴുതാൻ പറ്റില്ല. പകരം പൈയിൽ മൈനസ് tan x എഴുതിയാൽ മതി. പക്ഷെ സീക്ക് -6 ആണെങ്കിൽ പൈ മൈനസ് സീക്ക് -6 ചെയ്യണം. ഇത് അതുപോലെ കോസിനെയും സീക്കിനെയും കോട്ടിനെയും ടീമാക്കാം. അങ്ങനെ ടീമാക്കുമ്പോൾ പക്ഷെ കോസിന്റെയും സീക്കിന്റെയും കോട്ടിന്റെയും
ഇതിൽ വരുമ്പോൾ അതിനെ എന്ത് ചെയ്യണം, പൈയിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കറിയാം എന്താണ് കൊസീക്ക് എന്ന് പറയുന്നത്. കൊസീക്ക് എന്ന് പറയുന്നത് 1/sin x ആണ്. അതേപോലെ സീക്ക് എന്ന് പറയുന്നത് 1/cos x ആണ്, 1/cos x ആണ്. പക്ഷെ ഇൻവേഴ്സിലേക്ക് വരുന്ന സമയത്ത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, സൈൻ ഇൻവേഴ്സ് 1/x ആണ്. സൈൻ ഇൻവേഴ്സ് 1/x ആണ്. അതേപോലെ സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എന്താ, ബൈ ആണ്. അത് ഓർത്തിരിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ പോവാം. ഫസ്റ്റ് പറയുന്നത് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2 ആണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് പറയുന്നത്? ഇതൊന്നും അർത്ഥമാക്കുന്നത് എന്താണ്, നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. സൈൻ ഇൻവേഴ്സ് എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സൈൻ ഇൻവേഴ്സ് എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് സൈൻ ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് 1/√2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, സൈനിന്റെ കൂടെ ഏത് ആംഗിൾ വന്നാലാണ് 1/√2 കിട്ടുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൈനിന്റെ ഉള്ളില് ഏത് ആംഗിൾ എന്താണ് 45 ഡിഗ്രി ആണ്. സൈൻ 45 ആണെങ്കിൽ അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. എന്താണ് നോക്കട്ടെ, സൈൻ ഇൻവേഴ്സ് 1/√2 പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം വൈ ആക്കി എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈനിന് പുറത്തേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൈൻ വൈ ഇസ് ഈക്വൽ ടു 1/√2 എന്ന് കിട്ടും. ഇനി ഈ വൈന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രം മതി. സൈനിന്റെ കൂടെ ഏത് ആംഗിൾ വരുമ്പോഴാണ് നമുക്ക് 1/√2 കിട്ടുക, അതായത് വൈ ഏത് ആംഗിൾ ആയാലാണ് നമുക്ക് 1/√2 കിട്ടുക, വൈ 5/4 ആകുമ്പോഴാണ് നമുക്ക് 1/√2 കിട്ടുക. അപ്പോൾ നമുക്ക് 1/√2 കിട്ടുകയാണെന്നാണ് ചോദ്യം. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. കോസ് ഇൻവേഴ്സ് √3/2 അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ അതായത് ഒന്നുമില്ല, കോസിന്റെ അടുത്ത് ഏത് ആംഗിൾ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് √3/2 കിട്ടാന്നാണ് ചോദ്യം. കോസിന്റെ അടുത്ത് ഏത് വാല്യൂ വന്നാലാണ് നമുക്ക് √3/2 കിട്ടാം, കോസിന്റെ അടുത്ത് ഏത് വാല്യൂ വന്നാലാണ് നമുക്ക് √3/2 കിട്ടാം? അതെ, 5/6 വരുമ്പോഴാണ് നമുക്ക് നിങ്ങൾ നോക്കി, നമ്മൾ കോസ് ഇൻവേഴ്സ് എക്സ് നമ്മൾ പറയുന്നത് കോസിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോസ് വൈ ഇസ് ഈക്വൽ ടു √3/2 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ നോക്കി കോസ് വൈ ഇസ് ഈക്വൽ ടു √3/2 കിട്ടണം എന്നുണ്ടെങ്കിൽ വൈന്റെ വാല്യൂ എന്തായിരിക്കണം, വൈന്റെ വാല്യൂ ഷുഡ് ബി 5/6 30 ഡിഗ്രി ആയിരിക്കണം. കോസ് 30 ആണ് എന്ത് എന്ന് പറയുന്നത്, √3/2 എന്ന് പറയുന്നത്. ടാൻ ഇൻവേഴ്സ് -1 ആണ് ചോദിച്ചിട്ടുള്ളത്. ടാൻ ഇൻവേഴ്സ് -1 അതായത് ടാൻ ഇൻവേഴ്സിന്റെ കൂടെ ഏത് ആംഗിൾ വന്നാലാണ് -1 വരിക എന്നാണ് ചോദ്യം. നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ടത്രയുള്ളൂ. ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം, രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാൻ മൈനസിന് നടക്കുന്നത് ടാൻ ഇൻവേഴ്സ് 1 വരുന്നത് എപ്പോഴാണ്, അതായത് ടാനിന്റെ കൂടെ ഏത് ആംഗിൾ വരുമ്പോൾ നമുക്ക് 1 കിട്ടാം. അതലിച്ചു അതെല്ലാം ഏതാണ് കിട്ടാൻ, നമുക്ക് 5/4 എന്ന് കിട്ടും. 5/4 എന്ന് കിട്ടും. ഓക്കെ, 5/4 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ -5/4 എന്ന് പറയുന്ന ഒരു ആംഗിൾ നമുക്ക് എവിടെ വരൂല, ടാനിന്റെ വരൂല. കാരണം എന്താ, ടാനിന്റെ വാല്യൂ എന്താ, എടാ ടാനിന്റെ റേഞ്ച് എന്തായിരുന്നു, ടാനിന്റെ റേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ടാൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്തായിരുന്നു, -5/2 to 5/2. കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടാൻ വൈ ഇസ് ഈക്വൽ ടു -1 ആണെന്ന് കിട്ടും. ടാൻ വൈ ഇസ് -1
മൈനസ് വരണമെന്നുണ്ടെങ്കിൽ 1 വരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കിട്ടണം? നമുക്ക് tan 5/4 ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് കിട്ടുള്ളൂ? tan 5/4 ആണെങ്കിൽ മാത്രമാണ് നമുക്ക് 1 കിട്ടുന്നത്. അപ്പോ tan y നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എങ്ങനെയായിട്ട് എഴുതുന്നത്? tan -6 എന്ന സമയത്ത് നമുക്ക് അതിനെ മൈനസ് tan x നമ്മൾ പറയുന്നു. tan -x എഴുതാൻ പറ്റില്ല. ഇവിടെ നമുക്ക് മൈനസ് tan x എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? tan -6 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, tan -6 എന്ന് എഴുതാൻ പറ്റും. അതായത് -tan 5/4 നമുക്ക് tan -5/4 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ tan ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y is equal to എന്ത് കിട്ടും? -5/4 എന്ന് കിട്ടും. ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് cot inverse 1/√3. കോട്ട് ഇൻവേഴ്സ് 1/√3. അതായത് 1/√3 കിട്ടണമെന്നുണ്ടെങ്കിൽ കോട്ടിന്റെ കൂടെ നമ്മൾ ഏത് ആംഗിളിനെ കൊണ്ടുവരണമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കി ഏത് ആംഗിളിനെ കൊണ്ടുവരേണ്ടത്? കോട്ട് ഇൻവേഴ്സ് 1/√3 നമുക്ക് y എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോട്ട് y എന്ത് കിട്ടും? നമുക്ക് 1/√3 ആണെന്ന് കിട്ടും. കോട്ട് 1/√3 π/3 കൊടുക്കണം. എങ്ങനെ π/3 കിട്ടിയത്? നമുക്കറിയാം എന്താണ് കോട്ട് എന്ന് പറയുന്നത്? എന്താ? ടാനിന്റെ ഇൻവേഴ്സാ അല്ലേ? ടാനിന്റെ ഇൻവേഴ്സാ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ tan y is equal to √3 എന്നതിന്റെ ആൻസർ ആയിരിക്കും നമുക്കിവിടെ കോട്ട് y is equal to 1/√3 കിട്ടുന്നത്. കാരണം ടാനിന്റെ റെസിപ്രോക്കൽ ആണ് ആര്? നമ്മുടെ കോട്ട് എന്ന് പറയുന്നത്. അപ്പോ tan y is equal to √3 വരുന്ന ഈ yന്റെ വാല്യൂ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. എപ്പോഴാണ് tan √3 വരുന്നത്? 5/3 വരുമ്പോ. അപ്പൊ ഇവിടുത്തെ ആൻസർ നമുക്ക് എന്ത് കിട്ടാം? 5/3 കിട്ടും. ഓക്കെ, ആ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ചിരിക്കണം പറഞ്ഞത്. അതായത് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് വാല്യൂസിന്റെ ബോക്സ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അവിടെ. ബോക്സ് പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കി ടാനിന് 5/3 വന്നപ്പോഴാ 5/3. 60 എന്ന് പറയുന്നത് എന്താ? 5/3. 60 എന്ന് പറയുന്നത് 5/3 അവിടെ വരുമ്പോൾ നമ്മൾ പിന്നെ റെസിപ്രോക്കൽ എടുക്കണം. അതായത് വരും √3 എന്ന് പറയുന്നത് എടുക്കുമ്പോൾ വരും. അതായത് √3 കോട്ടിന് 1/√3 വരുന്നുണ്ടാവുക. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സീക്ക് ഇൻവേഴ്സ് 2/√3ന്റെ കാര്യമാണ് കണ്ടുപിടിക്കാൻ. നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ്? സീക്ക് എന്ന് പറയുന്നത് കോസിന്റെ ഇൻവേഴ്സ് ആണ്. കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക് എന്ന് പറയുന്നത്. അപ്പം അതായത് ഇവിടെ നമുക്ക് കോസ് ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ കോസിന്റെ കൂടെ ആര് വരണം? √3 2/√3ന്റെ റെസിപ്രോക്കൽ, അതായത് √3/2 വരണം. കോസിന് √3/2 വരുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മളുടെ സീക്കിന് 2/√3 വരുന്നത്. സീക്ക് 2/3 എന്ന് പറയുന്നത് സീക്ക് y is equal to 2/√3 നമുക്ക് എടുക്കാം. അപ്പോൾ π/6 ആയിരിക്കും. അതായത് 30 ഡിഗ്രി വരുന്ന സമയത്ത്, അതായത് കോസിന് 30 ഡിഗ്രി വരുന്ന സമയത്താണ് കോസിന്റെ വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ √3/2 ആകും. അപ്പോ സീക്കിന് 2/√3 വരണമെന്നുണ്ടെങ്കിൽ സീക്കിന്റെ വാല്യൂ എന്തായിരിക്കണം? 30 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കോസ് ഇൻവേഴ്സ് 1/2ന്റെയും സൈൻ ഇൻവേഴ്സ് 1/2ന്റെയും വാല്യൂ കാണണം. എന്നാലാണ് നമുക്കത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. കോസ് ഇൻവേഴ്സ് 1/2ന്റെ വാല്യൂ എന്താ? അതായത് കോസിന് എപ്പോഴാണ് നമുക്ക് എപ്പോഴാണ് 1/2 വരുന്നത്? കോസിന് 1/2 വരുന്നത് കോസ് π/3 വരുന്ന സമയത്താണ്, അഥവാ കോസ് 60 ഡിഗ്രി വരുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? 1/2 എന്ന വാല്യൂ എടുക്കുന്നത്. അതേപോലെ തന്നെ സൈൻ ഇൻവേഴ്സ് 1/2ന്റെ വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട് സൈനിന് ഏത് വാല്യൂ വരുന്ന സമയത്ത് നമുക്ക് എന്താ 1/2 കിട്ടാം? സൈൻ 5/6 വരുന്ന സമയത്താണ് നമുക്ക് 1/2 കിട്ടുന്നത്. അതായത് സൈൻ 30 വരുന്ന സമയത്താണ് നമുക്ക് 1/2 കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ രണ്ട് കിട്ടിയല്ലോ. കോസ് ഇൻവേഴ്സ് 1/2ന്റെയും സൈൻ ഇൻവേഴ്സ് 1/2ന്റെയും പ്രിൻസിപ്പൽ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു? കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2 എത്രയാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കോസ് ഇൻവേഴ്സ് 1/2 നമുക്ക് കിട്ടിയ എന്താണ്? √3/2.
സമയത്ത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്കുള്ള 3 എന്ന് കിട്ടും. അതായത് 5/3 പ്ലസ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും ചാപ്റ്ററിലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് ആണ്. പുതിയ ഇക്വേഷൻസ് ഒന്നല്ല, നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കുക. നമ്മൾ കഴിഞ്ഞ ഒന്നെന്ന് പറയുന്നത് sin x cos x ആണ്. sin 2x എന്നത് x equal to sin cos x. അതേപോലെ sin square x എന്ന് എഴുതാം. അതേപോലെ തന്നെ cos 2x കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? 2 cos square minus 1 minus sin square x എന്ന് എഴുതാം. അതുപോലെ cos square minus sin x എന്ന് എഴുതാം. 1 minus sin square x by 1 plus sin square x എന്ന് എഴുതാം. അതേപോലെ tan 2x നമുക്ക് എങ്ങനെ എഴുതാം? 2 tan x divided by 1 minus sin square x എന്ന് എഴുതാം. അതുപോലെ sin 3x നമുക്ക് എങ്ങനെ എഴുതാം? 3 sin x minus 4 into sin cube x എന്ന് എഴുതാം. cos x എഴുതാം. അതേപോലെ തന്നെ tan 3x നമുക്ക് 3 tan x minus tan cube x divided by 1 minus 3 tan square x എന്നും എഴുതാൻ പറ്റും. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ഓർത്തെടുക്കണം. നമ്മൾ ഈ റൂട്ടും സ്ക്വയറും ഒപ്പം വരുന്ന സമയത്ത് നമ്മൾ രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് കളയാറില്ല. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്വയറും റൂട്ടും കൂടി നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് എക്സ് സൈൻ സൈൻ ഇൻവേഴ്സിനെയും സൈനിനെയും എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ റൂട്ട് എക്സ് സ്ക്വയർ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈ റൂട്ടും സ്ക്വയറും കട്ട് ചെയ്തിട്ട് എക്സ് എന്ന് എഴുതുന്ന പോലെ സൈൻ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് എന്നൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻവേഴ്സിനെയും സൈനിനെയും കട്ട് ചെയ്തിട്ട് നമുക്ക് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ സൈനിന് മാത്രമല്ല കോസും ടാനും കോട്ടൊക്കെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. വിത്തിൻ ദയർ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ആ ഒരു വാല്യൂ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ അവരുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഉള്ളിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈനിനെയും സൈൻ ഇൻവേഴ്സ് എക്സിനെയും കോസിനെയും എക്സിനെയൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം കൂടി അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. ഷോ സൈൻ ഇൻവേഴ്സ് 2x സൈൻ ഇൻവേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ പ്രൂവ് ചെയ്യാം? നോക്കി നോക്കാം. എങ്ങനെ പ്രൂവ് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ സൈൻ തീറ്റ കൊടുക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞിട്ടുള്ളത് സൈൻ ഇൻവേഴ്സ് എക്സിനെയും സൈൻ എക്സിനെയും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? കളയാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി സൈൻ ഇൻവേഴ്സ് എക്സ് ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ സൈൻ എക്സിനെ നമ്മൾ ഇവിടെ ഉണ്ടാക്കണം. അതാണ് നോക്കുന്നത്. എക്സ് എന്ന് നമ്മൾ ഇട്ട് കൊടുക്കണം. x is equal to sin x. X-ലോട്ട് നമ്മൾ sin x ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ sin inverse x ആണെന്ന് കിട്ടും. ഓക്കെ, തീറ്റ ഇട്ട് കൊടുക്കുമ്പോ തീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കിട്ടും? sin inverse 2x into root of 1 minus x square എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് ആരെ ഇട്ട് കൊടുക്കണം? സൈൻ തീറ്റനെ ഇട്ട് കൊടുക്കണം. എക്സിന്റെ സ്ഥാനത്ത് സൈൻ തീറ്റനെ കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് 2 into sin theta into root of 1 minus sin square x എന്ന് കിട്ടും. ഈ 1 minus sin square x എന്ന് പറയുന്നത് cos square x. അത് എവിടുന്നാണ് കിട്ടിയത്? നമുക്കറിയാം. എന്താണ് sin square x plus cos square x എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. 1 ആണെന്ന് അറിയാം. sin square x plus cos square x എന്ന് പറയുന്നത് 1 ആണെന്ന് അറിയാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ cos square x ന് നമുക്ക് 1 minus sin square x ആണെന്ന് കാണിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 sin theta cos theta എന്ന് കിട്ടി. അതായത് 2 sin theta cos theta എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? 2 sin theta cos theta നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു sin 2 theta is equal to 2. അപ്പൊ നമുക്ക്
ടു സൈൻ തീറ്റ കോസ് തീറ്റയുടെ പകരമായിട്ട് നമുക്ക് ആരെ കൊടുക്കാൻ പറ്റും? സൈൻ ടു തീറ്റ തന്നെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ നോക്കണം, സൈൻ ഇൻവേഴ്സും സൈൻ ഒപ്പം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സൈൻ ഇൻവേഴ്സ് എക്സിനെയും സൈനിനെയും ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്ക് എന്തുള്ളത്? ടു തീറ്റ. ഈ തീറ്റ പറയുന്നത് എന്താ? തീറ്റ നമ്മൾ റിപ്ലേസ് ചെയ്ത് തീറ്റ എന്താ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു? തീറ്റ എന്തൊക്കെ ഉണ്ടായിരുന്നു? സൈൻ ഇൻവേഴ്സ് ആണ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ടു ഇൻറ്റു തീറ്റന്റെ പകരം എന്ത് കൊടുക്കാൻ പറ്റും? സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തില്ലേടാ? നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സൈൻ ഇൻവേഴ്സ് 2x റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. എന്താ പ്രൂവ് ചെയ്തത്? കണ്ടോ? LHS is equal to RHS നമ്മൾ ഇതേപോലെ തന്നെ നോക്കി വെക്കാം. എന്താണ്? പ്രൂവ് ദാറ്റ് സൈൻ ഇൻവേഴ്സ് 2x റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. അതായത് നേരത്തെ നമ്മളോട് 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മളോട് പറയുകയാണ് 2 കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 കോസ് ഇൻവേഴ്സ് എക്സ്. നേരത്തെ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സിന് പകരം സൈൻ തീറ്റ കൊടുത്തു. ഇവിടെ നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സ് കിട്ടണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് പകരം കോസിനെ കൊടുക്കണം. ഓക്കെ, നമുക്ക് കിട്ടേണ്ട ആൻസർ പ്രൂവ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ കോസിനെ കിട്ടണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിന് പകരം നമ്മൾ കോസ് എക്സ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. എന്താ ഈ ഒക്കെ നമ്മൾ ആരെ രീതി കൊടുക്കണം? ഓക്കെ, പുട്ട് എന്ത് ചെയ്യണം? പുട്ട് x is equal to cos theta നമുക്ക് എന്ത് കിട്ടും? x is equal to cos theta ആണെങ്കിൽ theta is equal to നമുക്ക് എന്ത് കിട്ടും? cos inverse x ആണെന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കിയേ. നമുക്ക് സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് എക്സിന്റെ സ്ഥാനത്തൊക്കെ നമ്മൾ ആരിട്ട് കൊടുക്കണം? കോസ് തീറ്റ ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2xന്റെ സ്ഥാനത്ത് എക്സിന്റെ സ്ഥാനത്ത് തീറ്റ കൊടുത്തു. എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് എക്സിന്റെ പകരം കോസിനെ കൊടുത്തപ്പോൾ കോസ് സ്ക്വയർ എക്സ് ആയി മാറി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താ? റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടുന്നത്. എന്താ കിട്ടിയത്? നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ആണെന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് കോസ് സ്ക്വയർ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ എക്സ് എന്ന് കൊടുക്കാം. സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് സൈൻ തീറ്റ കിട്ടി. സൈൻ ഇൻവേഴ്സ് 2 കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പൊ നമുക്കറിയാം സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? 2 സൈൻ തീറ്റ കോസ് തീറ്റ ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ സൈൻ തീറ്റ കോസ് തീറ്റന്റെ പകരം നമുക്ക് എന്ത് കൊടുക്കാം? സൈൻ 2 തീറ്റ എന്ന് കൊടുക്കാൻ പറ്റും. ആൻഡ് സൈൻ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്നത് എന്താണ്? 2 തീറ്റ നമുക്ക് ബാക്കിയായിട്ട് വരും. തീറ്റ നമുക്ക് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എന്താണ്? കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. നമുക്ക് ആൻസർ എന്ത് കിട്ടണം? 2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്തത്? ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? 3 sin inverse x is equal to sin inverse 3x minus 4x cube ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? sin inverse 3x minus 4x cube 3 into sin inverse x ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈക്വേഷനിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്ക്. ഓക്കെ, നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ഇതിൽ നിന്ന് നമുക്ക് സൈനിനെയാണ് നമ്മൾ പ്രൂവ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പൊ നമ്മളിവിടെ എടുക്കുന്നത് ആരെ എടുക്കുന്നത്? നമ്മൾ RHS ആണ് കേട്ടോ നമ്മൾ ആദ്യം എടുക്കുന്നത്. RHS നിന്ന് തുടങ്ങാം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഇങ്ങനെ ചെയ്യാം. എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടേണ്ടത് എന്തായിരുന്നു? 3 സൈൻ ഇൻവേഴ്സ് എക്സ് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സൈനിനെയാണ് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താണോ അവരെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ നമുക്ക് ഇവിടെ സൈനിനെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ സൈനിനെയാണ് എക്സിന്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് തീറ്റ എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് കിട്ടും. ഇനി നമ്മൾ RHS എടുത്തു. നോക്കി നോക്കുക, സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ സ്ഥാനത്ത് എക്സിന്റെ സ്ഥാനത്തൊക്കെ നമ്മൾ സൈൻ എക്സ് കൊടുക്കുന്ന സമയത്ത്, സൈൻ തീറ്റ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് ഇൻറ്റു 3 സൈൻ തീറ്റ, എക്സിന് പകരം സൈൻ തീറ്റ കൊടുത്തു, ഇൻറ്റു മൈനസ് 4x ക്യൂബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ സൈൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 4 ഇൻറ്റു സൈൻ ക്യൂബ് തീറ്റ എന്ന് കിട്ടും. ഇനി നിങ്ങൾ ഇക്വേഷൻ ഒന്ന് ശരിക്കും നോക്കിക്കേ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണല്ലോ ഇത്. 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ 3 തീറ്റയാണ്. സൈൻ 3 തീറ്റയാണ് എന്ന് പറയുന്നത്. 3 ഇൻറ്റു സൈൻ തീറ്റ മൈനസ് 4 ഇൻറ്റു സൈൻ ക്യൂബ് തീറ്റ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ കിട്ടി. ഇതിന് നമുക്ക് എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും?
സൈൻ 3θ ആയിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈൻ ഇൻവേഴ്സ് എക്സിനെയും സൈനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. ബാക്കി എന്തുണ്ടാവും, 3θ എന്നുണ്ടാവും. തീറ്റയുടെ സ്ഥാനത്ത് നമുക്കറിയാം തീറ്റ എന്താണ്, സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ തീറ്റയുടെ സ്ഥാനത്ത് സൈൻ ഇൻവേഴ്സ് എക്സിന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 3 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ആൻഡ് ദിസ് ഈസ് ദി ആൻസർ. നമ്മളിപ്പോൾ എന്ത് ചെയ്തു, LHS ഈക്വൽ ടു RHS ആണെന്ന് പ്രൂവ് ചെയ്തല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ ആയി. ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ്, prove that 3 cos inverse x is equal to cos inverse 4x cube minus 3x എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കോസ് ആ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷനിൽ കോസിനെയാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടത്, എക്സിന് പകരം ഇട്ട് കൊടുക്കേണ്ടത്. കോസ് നമ്മൾ ഇട്ട് കൊടുക്കുക, കോസ് എക്സ് എന്ന് കൊടുക്കുന്ന സമയത്ത് കോസ് തീറ്റ എന്ന് കൊടുക്കുന്ന സമയത്ത് തീറ്റ നമുക്ക് എന്ത് കിട്ടും, കോസ് ഇൻവേഴ്സ് എക്സ് ആണ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സിന്റെ സ്ഥാനത്ത് ആരെ ഇട്ട് കൊടുക്കേണ്ടി വരും, കോസ് തീറ്റനെ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുക, കോസ് ഇൻവേഴ്സ് നമ്മൾ RHS എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോസ് ഇൻവേഴ്സ് 4x ക്യൂബ് മൈനസ് 3x എന്ന് കിട്ടി. അതിന് നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് അപ്പോൾ നമ്മുടെ കോസ് തീറ്റ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ എന്ന് കിട്ടും. 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, കോസ് 3 തീറ്റയാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാലോ. അപ്പോൾ നമ്മൾ 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ നമ്മൾ എന്ത് ചെയ്തു, കോസ് 3 തീറ്റ എന്ന് എഴുതി. കോസ് ഇൻവേഴ്സും കോസ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്താ ബാക്കിയുള്ളത്, 3 തീറ്റ നമുക്ക് ബാക്കി ഉണ്ടാവും. തീറ്റ നമുക്കറിയാം എന്താണ്, കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 3 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ദിസ് ഈസ് LHS ആൻഡ് ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ വരാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. എക്സ്പ്രസ് ടാൻ ഇൻവേഴ്സ് cos x divided by 1 minus sin x എന്ന് പറയുന്നത് sin x in the simplest form. അതായത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ തന്നെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നമ്മൾ ആക്കി കൊടുക്കാം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ കോസിനെയും സൈനെയും നമ്മൾ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കണം. എങ്ങനെ നമ്മൾ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം, നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോസിനെയും സൈനെയും നമ്മൾ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കണം. നമ്മുടെ അവസാന ലക്ഷ്യം എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സിനെ കട്ട് ചെയ്ത് മാറ്റണം. അതിന് നമുക്ക് അവിടെ ഒരു ടാൻ ഉണ്ടാക്കണം, ഫ്രാക്ഷനുള്ളിൽ നമുക്കൊരു ടാൻ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരാക്രമമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തെടുക്കണം എന്ന് വെച്ചാൽ കോസിനെയും സൈനെയും നമ്മൾ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ കോസിനെ നമുക്ക് എങ്ങനെ മാറ്റി കൊടുക്കാം, നമ്മൾ നേരത്തെ കോസ് 2 തീറ്റയ്ക്ക് ഇക്വേഷൻ പഠിച്ചപ്പോൾ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കോസ് 2 തീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കോസ് സ്ക്വയർ തീറ്റ ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് എഴുതാലോ. അതിനെയാണ് നമ്മൾ ആർക്ക് പകരം ഇട്ട് കൊടുക്കുന്നത്, കോസ് എക്സിന് പകരം ഇട്ട് കൊടുക്കുന്നത്. ഈ സൈൻ എക്സിന് പകരം നമ്മൾ ആരെ ഇട്ട് കൊടുക്കുക, സൈൻ എക്സിന് പകരം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈൻ 2 തീറ്റ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സൈൻ 2 തീറ്റ എന്തായിരുന്നു, സൈൻ 2 തീറ്റ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, 2 സൈൻ തീറ്റ കോസ് തീറ്റ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും, 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്ന് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. അവരെയാണ് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കോസ് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് കിട്ടും. അതേപോലെ തന്നെ സൈൻ എക്സിൻ്റെ നമുക്ക് എന്ത് കിട്ടും, 2 ഇൻറ്റു സൈൻ എക്സ് ബൈ 2 ഇൻറ്റു കോസ് എക്സ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് വണ്ണിനെ നമ്മൾ മാറ്റി കൊടുക്കണം. വണ്ണിനെ എങ്ങനെ മാറ്റി കൊടുക്കാം, നമുക്കറിയാം കോസ് സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, 1 ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഈ 1ന് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, സൈൻ സ്ക്വയർ എക്സിനെയും കോസ് സ്ക്വയർ എക്സിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടാം, നമുക്ക് കിട്ടും കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് എന്ത് കിട്ടും, 2 ഇൻറ്റു സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കണം കേട്ടോ, ഞാൻ അറിയാതെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇതേ സാധനം എഴുതി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കാം. അടുത്തതായിട്ട് അതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ പോകാം. സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ
cos square x by 2 മൈനസ് സൈൻ സ്ക്വയർ x/2 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? ഈ കോസിന് പകരം എ എന്നും സൈനിന് പകരം ബി എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയാലോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയാലോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ cos square x minus sin square x/2 എന്ന് കിട്ടും. അതേപോലെ തന്നെ താഴെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി. sin square x plus cos square sin square x/2 plus cos square x/2 minus 2 into sin x/2 cos x/2 എന്നാണ് ആൻസർ വന്നിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മൾ sin a എന്നും cosine b എന്നും കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് 2ab എന്ന് നമുക്ക് കിട്ടും. എന്താണ്? sin x/2 നമ്മൾ എയും cos x/2 നമ്മൾ ബിയും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ എന്താ? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് പറയുന്നത് എന്താണ്? a മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? sin x/2 cos x/2 ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് മാറ്റിയതാവും. അങ്ങനെയാണ് ചെയ്തിട്ടോ നമ്മൾ എന്ത് ചെയ്തു? cos square x/2 മൈനസ് sin square x/2 ആണ് നമ്മൾ cos x/2 പ്ലസ് sin x/2 ഇൻറ്റു cos x/2 മൈനസ് sin x/2 എന്നാക്കി. അതുപോലെ തന്നെ താഴെ ഉണ്ടായിരുന്ന ഇക്വേഷനെ നമ്മൾ എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ രൂപത്തിലേക്ക് നമ്മൾ മാറ്റി എഴുതി കൊടുത്തു. ഇനി നമ്മൾ നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് നോക്കിയൊക്കെ. നമുക്ക് മേലെ ഒരു cos x/2 ഉണ്ട്, മേലെ നമുക്കൊരു cos x/2 മൈനസ് sin x/2 ഉണ്ട്, താഴെ നമുക്ക് രണ്ട് cos x/2 മൈനസ് sin x/2 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിലൊരാളെയും കട്ട് ചെയ്ത് കൊടുക്കുക, ഇതിലൊരാളെയും കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കി നമുക്ക് എന്താ ഉണ്ടാവുക? ബാക്കി നമുക്ക് cos x/2 മൈനസ് ആണ് കേട്ടോ, അവിടെ പ്ലസ് ആണ്. cos x/2 പ്ലസ് sin x/2 ഡിവൈഡഡ് ബൈ cos x/2 മൈനസ് sin x/2 ഉണ്ടാവും. അടുത്തതായിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഡിവൈഡിങ് ബൈ cos x/2. ഇതിനെ മൊത്തത്തിൽ നമ്മൾ cos x/2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടാൻ ഇൻവേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ടാൻ കൊണ്ടുവരണം. ആ ടാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? cos x/2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. cos x/2 വെച്ചിട്ട് നമ്മൾ സൈനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അത് tan x/2 എന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ cos x/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി നോക്കാം. cos x/2 നമ്മൾ cos x/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. അതേപോലെ തന്നെ sin x/2 cos x/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് tan x/2 എന്ന് കിട്ടും. വീണ്ടും cos x/2 cos x/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. sin x/2 cos x/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ ഈ 1 മാറ്റി കൊടുക്കണം. 1 മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് tan ഈ ആംഗിൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 1 കിട്ടാം. tan 5/4 കൊടുത്തു കഴിഞ്ഞാൽ tan 45 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? 1 കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ tan 5/4 നമ്മളിവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. 1 സ്ഥാനത്ത് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. ചെയ്ത് നോക്കാം. അപ്പോൾ 1 സ്ഥാനത്ത് നമ്മൾ 5/4 കൊടുത്തു. അതുപോലെ തന്നെ നമ്മളൊരു 1 കൊണ്ട് ഇവിടെ ഇൻറ്റു കൂടി ചെയ്ത് കൊടുത്തു. 1 കൊണ്ട് ഇൻറ്റു ചെയ്ത് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്തു? 1 കൊണ്ട് ഇൻറ്റു ചെയ്ത് കൊടുത്തു. 1 കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/4 കൊണ്ട് ഇൻറ്റു ചെയ്തു. അതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് tan a പ്ലസ് ബി = tan a പ്ലസ് tan b ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a tan b എന്ന് പറയുന്ന ഇക്വേഷൻ. അതാണ് tan a പ്ലസ് ബി എന്ന് പറയുന്നത് tan a പ്ലസ് tan b ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a tan b ആണ്. ആ ഒരു ഫോമിലേക്ക് ഇത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? tan 5/4 ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ tan a സ്ഥാനത്ത് ഇവിടെ ആരാ? tan 5/4 ആ. അതുപോലെ tan b സ്ഥാനത്ത് ആരാ? tan x/2 ആ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാറാ? ഇതിന്റെ ഫോമിലേക്ക് നമുക്ക് മാറ്റിക്കൂടെ? ഇവിടുത്തെ എയും ബിയും ആരാ? എ ആരാ? 5/4 ബി x/2 ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഫോമിലേക്ക് ഇതിനെ മാറ്റാലോ. എങ്ങനെ മാറ്റാം? tan × 5/4 പ്ലസ് x/2 എന്ന് നമുക്ക് ഇതിനെ മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? tan ഇൻവേഴ്സും ടാനും കിട്ടിയല്ലോ. ഇനി നമുക്ക് tan ഇൻവേഴ്സിനെയും ടാനെയും നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കൊടുക്കാം. ആൻസർ നമുക്ക് ആൻസർ കിട്ടും. ദിസ് ഈസ് ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് ദി ഇക്വേഷൻ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. And the last question, that
റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ 2 ആണെന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാനെന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക? അതിനായിട്ട് നമ്മൾ ആദ്യം 1 മൈനസ് കോസ് എക്സിനെയും 1 പ്ലസ് കോസ് എക്സിനെയും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. എങ്ങനെ നമ്മൾ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നോക്കി നോക്കാം. ഒന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കോസ് 2 തീറ്റ. കോസ് 2 തീറ്റ എന്താണ് നമ്മൾ പഠിച്ചു? കോസ് 2 തീറ്റ എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോസ് തീറ്റനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 മൈനസ് 1 എന്ന് എഴുതാലോ. അങ്ങനെയാണെങ്കിൽ ഇയാളെ നമ്മൾ എന്ത് ചെയ്തു? 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇയാളെ നമ്മൾ അപ്പുറത്തേക്കും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് കോസ് തീറ്റ കിട്ടും. 1 പ്ലസ് കോസ് തീറ്റ കിട്ടും. ഇനി അതേപോലെ തന്നെ കോസ് തീറ്റ നമ്മൾ വേറൊരു ഇക്വേഷനും കൂടെ പഠിച്ചിരുന്നത് എന്തായിരുന്നു? 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 മൈനസ് കോസ് തീറ്റനെ നമുക്ക് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2നെ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2നെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കോസ് തീറ്റ നമ്മൾ അങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് കോസ് തീറ്റ എന്ന് ആൻസർ കിട്ടും. അതായത് 1 മൈനസ് കോസ് തീറ്റക്ക് പകരം നമ്മൾ ആരെയാ കൊടുക്കുക? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2നെയും അതേപോലെ 1 പ്ലസ് കോസ് തീറ്റക്ക് പകരം നമ്മൾ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2നെയും നമ്മൾ കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് ഏത് ഇക്വേഷൻ ആണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് 1 മൈനസ് കോസ് തീറ്റക്ക് പകരം നമ്മൾ ആരെ കൊടുക്കും? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 കൊടുക്കും. അതേപോലെ തന്നെ 1 പ്ലസ് കോസ് സ്ക്വയർ കോസ് എക്സിന് പകരം നമ്മൾ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 കൊടുക്കും. നമുക്ക് എന്ത് കിട്ടും? ഈ 2നെയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ 2നെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ബാക്കി? സൈൻ സ്ക്വയർ എക്സ് ബൈ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്താണ്? ടാൻ സ്ക്വയർ എക്സ് ബൈ 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ റൂട്ടിനെയും സ്ക്വയറിനെയും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ബൈ 2 എന്ന് കിട്ടും. ടാൻ ഇൻവേഴ്സിനെയും ടാനിനെയും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് ബാക്കി നമുക്ക് എന്തുണ്ടാവാം? എക്സ് ബൈ 2 ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. എന്താ പ്രൂവ് ചെയ്തത്? ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ 2 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു കേട്ടോ. അപ്പൊ എത്രയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അപ്പം 1 മൈനസ് നമ്മൾ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2നെയും അതേപോലെ തന്നെ 1 പ്ലസ് കോസ് തീറ്റ എവിടെ കണ്ടു കഴിഞ്ഞാലും 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അത് ഏത് ഇക്വേഷനിലാണ് വന്നതെന്നാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും 1-2 പ്രാവശ്യം 1-2 അല്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രയാണോ അത്രയും തവണ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, കാണാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. എന്നാൽ മാത്രമേ പരീക്ഷ പേപ്പറിലെ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മുഴുവനായിട്ട് എഴുതിയിട്ട് തീർക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പകുതി എത്തിയിട്ട് നിങ്ങൾ സ്റ്റെക്കായി പോകും. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.